ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് ഒരു ഫ്രോക്ക് കൺസെപ്റ്റിലുള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത്, കുർത്തിയാണ്. അപ്പൊ കാണുമ്പോൾ നമുക്ക് ഒരു കോട്ടണിലോട്ട് ഒരു സിമ്പിൾ പ്രിന്റ് വന്നേക്കുന്ന കോട്ടൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നണേ. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇതിനകത്തോട്ട് വന്നേക്കുന്ന ഈ പ്രിന്റ് മൊത്തം നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മെഷീൻ എംബ്രോയിഡറി വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു പെയിന്റിംഗ് വർക്കാണ് അതിനകത്ത് പോയത്. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഒരു സിമ്പിൾ കോട്ടൺ ടോപ്പ് എന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ തന്നെ പറയുന്നത്. ഞാനിത് ക്ലോസ് ആയിട്ട് ഇതിന്റെ ഒരു വീഡിയോ പോലെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഈ ഓരോ ഫ്ലവേഴ്സും കണ്ടോ, ഇതിപ്പോ ഇതിന്റെ വേറെ കളറാട്ടോ. 3 കളേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് എല്ലാം. വൈറ്റില് ഈ ഒരു ബ്ലൂ ഫ്ലവർ, പിന്നെ ഈ ഒരു ബേബി പിങ്ക്, പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ബേബി യെല്ലോ, ഈ കളേഴ്സ് ആണ്. അപ്പൊ ഞാൻ ഇന്നത്തെ ഇതിന്റെ പ്രിന്റ് ക്ലോസ് ആയിട്ട് കാണിച്ചത് ഇത് കണ്ടോ. ഇതുപോലെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇട്ട് തരാം, എന്നാലും മനസ്സിലാവുള്ളൂ. ഈ ഓരോ പ്രിന്റ്സും ഓരോ പെയിന്റിങ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് സീക്വൻസും ആ ഓരോന്നും അതിന്റെ എഡ്ജ് എല്ലാം ത്രെഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കോസ്റ്റ് വരുന്ന ഒരു മെറ്റീരിയൽ ഫാബ്രിക് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയണേ. എന്നിട്ട് നമ്മളിത് എ ലൈനിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ 3 പാറ്റേൺസ് ഉണ്ട്. നമുക്കിപ്പം ആംഗിൾ ലെങ്ത് ഒരു ചെറിയൊരു ബോട്ടം, ഇപ്പൊ ഞാൻ ഇതിനകത്ത് മെറൂൺ ടോണാണ് വേറെ എടുക്കുന്നത്. ഇതിനകത്തോട്ട് ആ ഒരു ലാവൻഡർ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ മറ്റേ വെയർ ചെയ്യാം. ബോട്ടം വേറെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഫ്രോക്ക് പോലെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ ചെസ്റ്റ് പോർഷനിലോട്ട് മാത്രം ലൈനിങ് പോർഷൻ അറ്റാച്ച് ചെയ്തേക്കുന്നത്, ഫ്രണ്ട് മാത്രം കേട്ടോ. അത് ബോട്ടനൊക്കെ വെച്ചിട്ട് ചെറിയൊരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഇതുപോലെ ഒരു ലെയറിലോട്ട് നമ്മൾ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരു ബോർഡർ ആയിട്ട്. അത് ആ മെറൂൺ കളർ ആ ഫ്ലവറിൽ വരുന്ന ഒരു കളറാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതുപോലെ ഒരു 3 ലെയറിലും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറിയ പ്ലീറ്റ്സ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്, വണ്ണം തോന്നാതിരിക്കാനായിട്ട് ചെറിയ പ്ലീറ്റ്സ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. വിത്തൗട്ട് ലൈനിങ് ആണ്, 48 ലെങ്ത് ആണ്. അപ്പൊ ഇതിന്റെ ഓരോ കളേഴ്സും ഞാൻ കോട്ടണില് ഇതുപോലെ പിങ്ക് വേറെയും ഇതുപോലെ ഉണ്ട്. നല്ല ഭംഗിയായിട്ടോ. നമ്മളെപ്പോഴും ജോർജറ്റിലോട്ട് ഹാൻഡ് വർക്കും അതുപോലെ ഡിസൈൻ ഫാബ്രിക് ഒക്കെ വെച്ച് വരുമ്പോൾ നമുക്ക് നല്ല ഹെവി ആവും. പക്ഷെ കോട്ടൺ കാണുമ്പോൾ സിമ്പിൾ പ്രിന്റില് ഇതുപോലെ കുറച്ച് നല്ല പ്രീമിയം ഒരു കുർത്തിയായിട്ടാണ് ചെയ്തേക്കുന്നത്. സിംഗിൾ ആയിട്ട് നമുക്ക് ഫ്രോക്ക് ആയിട്ട് വെയർ ചെയ്യാം. അതല്ലെങ്കിൽ ആംഗിൾ ലെങ്ത് ബോട്ടം ഇട്ടിട്ട് ഞാനിപ്പോ ചെറിയൊരു ബോട്ടം വെയർ ചെയ്തിട്ടുണ്ട്. സെയിം ടോൺ തന്നെ വരുന്നത്, അതിട്ടിട്ടും വെയർ ചെയ്യാം. ഭയങ്കര കംഫർട്ടബിൾ ആണ്, കോട്ടൺ ആണ്. ഇതുപോലെ യോക്ക് നമ്മൾ ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ള വർക്ക് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. കാണുമ്പോൾ പ്രിന്റ് ആയിട്ട് തോന്നും, പ്രിന്റ് അല്ല, വർക്കാണ്. ഇടയ്ക്ക് ഓരോ സീക്വൻസ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിങ്കിന്റെ വർക്ക് ഇതേപോലെയാണ് വരുന്നത്, കണ്ടോ. പോലെ ഉണ്ടാവും. വൈറ്റ് വിത്ത് ബ്ലൂ ഫ്ലവേഴ്സ്, നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ യോക്കിൽ കൊടുത്തേക്കുന്ന ബ്ലൂ കളറിന്റെ ബോട്ടാണ് ഞാനിപ്പോൾ പെയർ ചെയ്തേക്കുന്നത്. സെയിം ടോൺ തന്നെ വൈറ്റ് വേണമെങ്കിൽ പെയർ ചെയ്യാം. പ്യുവർ വൈറ്റ് അല്ല, ഒരു പേൾ വൈറ്റ് ആണ് കേട്ടോ. അപ്പൊ അതിനകത്ത് ബ്ലൂ ഫ്ലവർ വന്നിട്ട് നല്ല ഭംഗിയാണ്. അങ്ങനെ 3 കളേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എ ലൈൻ ആണ് ഇതുപോലെ കണ്ടോ, നല്ല അടിപൊളിയാണ്. പ്രീമിയം കോട്ടൺ ആണ്, വിത്ത് വർക്കാണ് വരുന്നത്. അപ്പൊ നോർമൽ ഒരു കോട്ടൺ അല്ല. അപ്പം ഇതുപോലെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതിന്റെ ലെങ്ത് വരുന്നത് 48 ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 2550 പ്ലസ് ഷിപ്പിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കൊടുത്താൽ മതി, മെസ്സേജ് ഇട്ടാൽ മതി. ബുക്ക് ചെയ്തിട്ട് 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ.